ഡോക്ടർ താജ് ആലുവ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ താജ് ആലുവ, ഇന്നിപ്പോൾ അരാംകോയുടെ പ്ലാന്റിനകത്തേക്ക് ഡ്രോണിന്റെ കഷ്ണങ്ങൾ പതിച്ചിരിക്കുന്നു. അത് നേരിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നില്ല എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. വഴിതെറ്റി വന്നതാണ്. അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണെങ്കിലും അതിനകത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അത് സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസേൺ ആണ്. അരാംകോയിലേക്ക് ഒരു ഹിറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേറ്റം വൈകാരികമായ ഒരു സംഗതി കൂടിയാണ്. സ്വാഭാവികമായും ഈ ആക്രമണം, ഇപ്പോൾ നമ്മൾ ഈ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പരിണിതിയൊന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഇറാൻ സൗദി ആക്രമിക്കുന്നു. ഒരു ശത്രുപക്ഷത്തൊരു പക്ഷേ ഈ UAE-ക്കും സൗദിക്കും ഒക്കെ ഒരു മറുപക്ഷത്ത് ഇറാനെ നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതൊരു അത്യസാധാരണമായ പരിണിതിയാണ്. അപ്പോൾ ഇന്നുണ്ടായ സംഭവങ്ങൾ മുൻനിർത്തി ഇറാനെതിരെ GCC ഗൾഫ് രാജ്യങ്ങൾ ഏത് തരത്തിലുള്ള നയനിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്ന തോന്നലാണ് ഇപ്പോഴുള്ളത്. അതായത് ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും ഇപ്പോ ഒരു വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് അവരുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം അതായത് ഇപ്പോ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ, ഇറാനെതിരെ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്രായേലും അമേരിക്കയുമായിട്ട് ഈ വിഷയത്തിൽ ഒത്തുചേരുക എന്ന ഒരു ധ്വനി അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു സംഗതിയാണ്. മറുവശത്ത് ഇത്തരം ആക്രമണങ്ങൾ തങ്ങളുടെ സിവിലിയന്മാർക്ക് നേരെയും അതുപോലെ തന്നെ സിറ്റികൾക്ക് നേരെയൊക്കെ നടന്നിട്ടും ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അതും ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ വിഷയത്തിൽ ഒരു കോർഡിനേറ്റഡ് ആയിട്ട് ഒരു നിലപാട് എന്നുള്ളത് പ്രത്യേകിച്ചും ഇപ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് വാർത്തകളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു GCC ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു യൂണിഫൈഡ് സേന അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു സംവിധാനം, സൈനിക സംവിധാനം GCC രാജ്യങ്ങൾക്ക് നേരത്തെ ഉണ്ട്. അതിന്റെ ഒരു ആഭിമുഖ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ നേരെ സ്വതന്ത്രമായി, അതായത് ഇസ്രായേലിനോടും അമേരിക്കയോടും ഒന്നും ചേരാതെ ഇറാനെതിരെ ഒരു ഡിറ്ററൻസ് എന്നുള്ള നിലക്ക്, ഇനിയും തങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ഡിറ്ററൻസ് എന്നുള്ള നിലക്ക് ആ ഒരു സംവിധാനത്തിലൂടെ തിരിച്ചടിക്കുമോ എന്നതൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷെ അതിനൊക്കെയുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും ഈ യുദ്ധത്തിൽ ഇപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇസ്രായേലിന്റെ ഇസ്രായേൽ മുൻകൈയെടുത്ത് തുടങ്ങി വെച്ച ഈ യുദ്ധം അത് നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കൊക്കെ പിന്നെ അതിലൂടെയുള്ള ഗതാഗതം ഏതാണ്ട് സമ്പൂർണമായി നിലച്ച സ്ഥിതിക്ക് എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ സമ്പദ് വ്യവസ്ഥയെയും പിന്നെ അതിന്റെ എണ്ണ വ്യാപാരത്തെയും ഒക്കെ അതിഗുരുതരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു യുദ്ധം അവസാനിക്കുക, ഒരു വെടിനിർത്തൽ ഉണ്ടാവുക എന്നുള്ളത് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. അപ്പൊ ആ വഴിക്കുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ്, അല്ലെങ്കിൽ ആ വഴിക്കുള്ള ധാരാളം ശ്രമങ്ങളാണ് ഇപ്പോ ഗൾഫ് രാജ്യങ്ങൾ കാര്യമായിട്ട് നടത്തുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ പെട്ടെന്ന് സാധ്യമാകുമോ എന്നതാണ്. പക്ഷേ അത്തരം ഈ യുദ്ധത്തിന്റെ ഒരു അവസാനം കാണണമെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയും സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ മുന്നിൽ വെച്ച ലക്ഷ്യങ്ങൾ നേടണം. ആ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഭരണമാറ്റമാണ്. പക്ഷെ ഭരണമാറ്റം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും പെട്ടെന്നൊന്നും സാധിക്കുന്ന ഒരു സംഗതിയായിട്ട് അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോ ഖാംനയി വധിക്കപ്പെട്ടതിന് ശേഷം അതിശക്തമായി തന്നെ റവല്യൂഷണറി ഗാർഡും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഇറാന്റെ ആർമിയും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട്, നാവികസേനയും ഒക്കെ ചേർന്നുകൊണ്ട് അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഹോർമസ് കടലിടുക്കിൽ ഒരു എണ്ണ കപ്പലിന് തീപിടിച്ചതിന്റെ വാർത്തകളും അവിടെ ഒരാൾ മരണപ്പെട്ടതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇപ്പോ വാസ്തവത്തിൽ ഖാംനയുടെ വധം ആ അർത്ഥത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും ഒരു എതിരായ ഫലം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. കാരണം ഇതുവരെ എല്ലാ നിർദ്ദേശങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ യുദ്ധത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് വ്യത്യസ്ത പോയിന്റുകളിലേക്ക് മാറിയിരിക്കുന്നു. വ്യത്യസ്ത ഭരണ സംവിധാനങ്ങളും അത് പിന്നെ അല്ലെങ്കിൽ കമാൻഡുകൾ സ്വീകരിക്കുന്ന, ഓർഡറുകൾ സ്വീകരിക്കുന്നത് വ്യത്യസ്ത പോയിന്റുകളിൽ നിന്നാവുക എന്ന് പറയുമ്പോൾ അതിന് രണ്ട് രൂപത്തിലുമുള്ള ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇറാനും ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം
ഈ നേരിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ശക്തിയിലേക്ക് ഈ ഒരു തങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കൂടുതൽ തീവ്രമായ നിലപാടുകൾ ഇറാൻ എടുക്കാൻ ഇത് തുണക്കുമെന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ ഈ വർദ്ധിച്ചു വരുന്ന പ്രത്യാക്രമണങ്ങളെ കാണേണ്ടത്. ഇസ്രായേലിന്റെ അകത്ത് പല സിറ്റിയിലും, ഹൈഫയിലും, അതുപോലെ തന്നെ മറ്റ് വെസ്റ്റ് ജെറുസലേമിലും, ഈവൻ വെസ്റ്റ് ബാങ്കിൽ അടക്കം ധാരാളം ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതിന്റെ ഒരു അടിസ്ഥാനപരമായ കാരണം അതാണ്. എന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അമേരിക്കൻ നിരീക്ഷകരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇറാനെ അത്ര എളുപ്പത്തിൽ ഒരിക്കലും അമേരിക്കക്ക് കീഴടക്കുക സാധ്യമേ അല്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇതിന് വേണ്ടത്ര ഒരു ജനപിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾക്കനുസരിച്ച് ഒരു കാൽഭാഗം അമേരിക്കക്കാർ പോലും ഇത്തരം ഒരു യുദ്ധത്തെ പിന്തുണക്കുന്നില്ല. അതായത് അതിന്റെ അർത്ഥം മുമ്പ് അമേരിക്ക നടത്തിയ അധിനിവേശങ്ങൾ അതല്ലെങ്കിൽ ആക്രമണങ്ങൾ, അതിനൊക്കെ ഏതാണ്ട് എല്ലാ അമേരിക്കക്കാരുടെയും, ഭൂരിപക്ഷം അമേരിക്കക്കാരുടെയും പിന്തുണ ഉണ്ടായിരുന്ന യുദ്ധങ്ങളാണ് അമേരിക്ക ഇതുവരെ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ആക്രമണത്തിന് അത്തരം ഒരു പിന്തുണ ഇല്ലാതെ പോകുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഒരു യുദ്ധമായിട്ട് ഇത് വിലയിരുത്തുന്നു. ഇസ്രായേലിന് അമേരിക്കയിൽ പിന്തുണ കുറഞ്ഞു വരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇത് ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്ന ഒരു യുദ്ധമായിട്ട് അമേരിക്കയിൽ വിലയിരുത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്തുണ ലഭിക്കാതെ വരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലും ഈ യുദ്ധം പരാജയപ്പെടാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിച്ച ഒരു ലക്ഷ്യങ്ങൾ, അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ, അവർ നേരത്തെ തന്നെ മുന്നിൽ വെച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത്, ഞങ്ങൾ സംഭാഷണത്തിന് തയ്യാറാണ്, അല്ലെങ്കിൽ ഇറാൻ ഞങ്ങളോട് സംഭാഷണത്തിന് വന്നിരിക്കുന്നു. പക്ഷേ നാഷണൽ സെക്യൂരിറ്റിയുടെ ഇൻചാർജ് ആയിട്ടുള്ള അലി ലരിജാനി ആ സംഗതി നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞങ്ങൾ ഇനി അമേരിക്കയുമായിട്ട് സംഭാഷണത്തിൽ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു സംഭാഷണം നടന്ന് ഏറെക്കുറെ ഒരു ഡീൽ എത്തുന്ന ഒരു അവസ്ഥയിലാണ്. ഒമാന്റെ വിദേശകാര്യമന്ത്രി അത് പറഞ്ഞു. ബദർ അൽ ബുസൈദി അദ്ദേഹം പത്രക്കാരോട്, സാധാരണഗതിയിൽ അത്തരം പത്രപ്രസ്താവനകൾ അദ്ദേഹം നടത്താത്തതാണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇതാ ഒരു ഡീൽ, പൂർണ്ണമായും ആണവ വിഷയത്തിൽ ഇറാൻ സമ്പൂർണമായിട്ടും അമേരിക്കയുടെ നിബന്ധനകളോട് യോജിച്ചു വന്നിരിക്കുന്നു, അത് പൂർണ്ണമായും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അങ്ങനത്തെ ഒരു ഡീലിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഈ ആക്രമണത്തിന് തുടക്കമിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ്, അതായത് ഒരു നെഗോഷിയേഷന് ഒരു വിശ്വസിക്കാൻ പറ്റാത്ത, ഒരു ക്രെഡിബിൾ അല്ലാത്ത ഒരു പാർട്ട്ണറാണ് അമേരിക്ക ഈ വിഷയത്തിൽ. പ്രത്യേകിച്ച് ചർച്ചകളോ അതല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ധാരണയോ അവരുമായിട്ട് സാധ്യമേ അല്ല എന്നൊരു രൂപത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നോട്ടുള്ള പാത വളരെ ദുർഘടമായിരിക്കും. ഒരുപാട് പട്ടണങ്ങളിൽ ബോംബുകൾ ഇട്ട് ദുർഘടമായ ഒരു പാത അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിലുണ്ട് എന്നൊരു വാദമാണ് അങ്ങ് ഉന്നയിക്കുന്നത്.